30-കാരൻ കണ്ടക്ടർ പ്രണയിച്ച 18-കാരി. രചന അഹാനിക. ടൗണിലെ തിരക്കേറിയ റോഡിലൂടെ നീലഗിരി എന്ന പ്രൈവറ്റ് ബസ് പാഞ്ഞു പോകുമ്പോൾ അതിന്റെ എഞ്ചിൻ ശബ്ദത്തേക്കാൾ വേഗത്തിൽ ഒരാളുടെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. 18-കാരിയായ അമ്മു. +2 കഴിഞ്ഞ് ഡിഗ്രി 1-ാം വർഷത്തിന് ചേർന്ന ആ പെൺകുട്ടിക്ക് കോളേജിലേക്കുള്ള യാത്ര വെറുമൊരു യാത്രയല്ല, അതൊരു കാത്തിരിപ്പായിരുന്നു. ബസിന്റെ ഫുട്ബോളിൽ കയ്യിൽ കമ്പി പിടിച്ചിന്ന് മറുകൈ കൊണ്ട് ടിക്കറ്റ് മെഷീനിൽ താളം പിടിക്കുന്ന 30-കാരനായ വിഷ്ണു. കാക്കി ഷർട്ടിന്റെ മുകളിൽ 2 ബട്ടണുകൾ ഇടാത്ത പരിക്കിനം തോന്നിപ്പിക്കുന്ന ആ രൂപം അമ്മുവിന്റെ ഉറക്കം കെടുത്തി തുടങ്ങിയിട്ട് മാസങ്ങളായി. ആ ദിവസം പതിവിലും വൈകിയാണ് ബസ് ടൗണിൽ നിന്ന് എടുത്തത്. മഴ പെയ്ത് തോർന്ന ഒരു ശനിയാഴ്ച. കോളേജ് നേരത്തെ വിട്ടുകൊണ്ട് ബസ്സിൽ വലിയ തിരക്കില്ല. ഡ്രൈവർ സദാശിവൻ റേഡിയോയിൽ പഴയൊരു പാട്ട് വെച്ച് വണ്ടി പതുക്കി ഓടിക്കുകയാണ്. അമ്മു ബസിന്റെ ഏറ്റവും പുറകിലെ സീറ്റിൽ ജനാലക്കൽ തലയായിച്ചിരുന്നു. കാറ്റ് അവളുടെ മുടിയിഴകളെ തലോടുന്നുണ്ടായിരുന്നു. വിഷ്ണു പതുക്കെ ടിക്കറ്റ് ബാഗ് തോളിലിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്താമു, ഇന്ന് വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. വിഷ്ണുവിന്റെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു ഗൗരവവും എന്നാൽ ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹവും ഉണ്ടായിരുന്നു. അമ്മ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നല്ലോ വിഷ്ണുട്ടാ, വെറുതെ ഓരോന്നോർത്ത്. വിഷ്ണു അവിടെ അരികിലെ സീറ്റിലിരുന്നു. ബസ് ഒരു കുഴിയിൽ ചാടിയപ്പോൾ അമ്മ അറിയാതെ വിഷ്ണുവിന്റെ തോളിലേക്ക് ചെരിഞ്ഞു. ആ നിമിഷം അവർക്കിടയിലെ ദൂരെ ഇല്ലാതായി. വിഷ്ണു അവളുടെ കൈപ്പത്തിൽ പതുക്കെ പിടിച്ചു. നിനക്കിന് പേടിയുണ്ടോ അമ്മു? അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. പേടിയല്ല, ഒരുതരം വല്ലാത്തൊരു ഇഷ്ടം. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നാ. അമ്മു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. വിഷ്ണുവാളുടെ മുഖം കൈക്കുമ്പിലെടുത്തു. പ്രായം വെറും അക്കങ്ങളല്ലേ വേണേ. നിന്നെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് കഴിയും. ഈ ബസ് ഓട്ടം കഴിഞ്ഞ് എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. പുറത്ത് ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ബസിന്റെ ഉള്ളിലെ ചെറിയ ലൈറ്റുകൾ തെളിഞ്ഞു. വിഷ്ണു പതുക്കെ കുനിഞ്ഞവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ ചുംബനം പതുക്കെ അവളുടെ ചുണ്ടുകളിലേക്ക് പടർന്നു. ബസിന്റെ ഇരമ്പലിനിടയിൽ ആ ഇടുങ്ങിയ സീറ്റിൽ വെച്ച് അവർ പരസ്പരം ലയിച്ചു. ലോകം മുഴുവൻ മറന്ന് ആ കാക്കി വസ്ത്രത്തിന്റെ ചൂടിലേക്ക് അമ്മു ചേർന്ന് നിന്നു. ആ രാത്രിയിൽ ആ ചലിക്കുന്ന വണ്ടിക്കുള്ളിൽ വെച്ച് അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി മാറി. അതൊരു പുതിയ തുടക്കമായിരുന്നു. രഹസ്യങ്ങൾ അധികാലം ഒളിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. നാട്ടിലെ ചിലർ അവരെ ഒരുമിച്ച് കണ്ടു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒരു ദിവസം വൈകുന്നേരം അമ്മ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ മാധവൻ നായർ ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. നീ എവിടെയാമോ? അച്ഛന്റെ ശബ്ദം മുഴങ്ങി. കോളേജിലല്ല, ആ ബസ് കണ്ടക്ടറുടെ കൂടെ കറങ്ങിയായിരുന്നു നാട്ടുകാർ പറയുന്നു. അവന് നിന്റെ അച്ഛന്റെ പ്രായലടി, ഒരു കണ്ടക്ടറാണെന്ന് നിനക്ക് വേണ്ട. അച്ഛൻ അവിടെ കരണത്തടിച്ചു. അമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ആള് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. ഫോൺ പിടിച്ചു വാങ്ങി. മറുഭാഗത്ത് വിഷ്ണുവിനെ നാട്ടിലെ ചിലർ വഴിയിൽ തടഞ്ഞു. ഇനി ആ കുട്ടികളെ പറയുകയാണെന്ന് എന്റെ കൈകാലുകളെ തല്ലിയൊടിക്കും, അവര് ഭീഷണിപ്പെടുത്തി. വിഷ്ണു പക്ഷേ കുലുങ്ങിയില്ല. അവൾക്ക് 18 തികഞ്ഞു. അവൾക്ക് ഇഷ്ടമുള്ളവനെ സ്നേഹിക്കാൻ അവകാശമുണ്ട്. എനിക്ക് അവള് ജീവനാ. വിഷ്ണുവിന്റെ ഈ മറുപടി അവനെ കൂടുതൽ കുഴപ്പത്തിലാക്കി. അവനെ ബസ്സിലെ ജോലിയിൽ നിന്ന് പുറത്താക്കി. മാസങ്ങൾ കടന്നുപോയി. അമ്മുവിനെ മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചു. പക്ഷെ അവൾ വഴങ്ങിയില്ല. അവൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. വിഷ്ണുവിനെ കാണാത്താൻ ജീവനൊടുക്കുന്നവൾ അമ്മയോട് പറഞ്ഞു. വിഷ്ണു പലവട്ടം അവളുടെ വീടിന് ചുറ്റും വന്നു. ഒടുവിലൊരു രാത്രിയിൽ ആരും കാണാതെ അവൻ അവളുടെ ജനാലക്കിലെത്തി. അമ്മു, പേടിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വരും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. വിഷ്ണുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. നിയമപരമായിട്ട് അവർക്ക് ഒന്നിക്കാൻ തടസ്സമില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ വീട്ടുകാർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇനി ഈ വീടുമായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടാവില്ല എന്ന അച്ഛന്റെ ശാപവാക്കളോടെ അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. ലളിതമായ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിഷ്ണു അമ്മുവിന്റെ കഴുത്തിൽ താലിയാർത്തി. വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു സാക്ഷി. വിഷ്ണുവിന്റെ ചെറിയൊരു ഓടിട്ട വീട്ട് അവർക്കായി ഒരുങ്ങിയിരുന്നു. രാത്രിയായി. ജനാലയിലൂടെ നിലാവെളിച്ചം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തി. വിഷ്ണു മുറിയിലേക്ക് വന്നപ്പോൾ അമ്മു കട്ടിലിരിക്കുകയായിരുന്നു. അവളൊരു വധുവിനെ പോലെ സുന്ദരിയായിരുന്നു. അമ്മു, വിഷ്ണു അവളുടെ അരികിലിരുന്നു. നമ്മൾ ജയിച്ചു അല്ലേ വിഷ്ണുവേട്ടാ? അവളുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അതെ, ഒരുപാട് കഷ്ടപ്പെടാൻ നീ എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി എൻ്റെ മരണം വരെ നിന്നെ ഞാൻ വിട്ടുതരില്ല. വിഷ്ണു അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ രാത്രി ആ ചെറിയ മുറി പ്രണയം കൊണ്ട് നിറഞ്ഞു. വിഷ്ണുവിൻ്റെ ഓരോ ചുമനത്തിലും അമ്മു വിറച്ചു. ബസ്സിലെ ആ പഴയ തിരക്കുകളിൽ നിന്നും നാട്ടുകാരുടെ പരിഹാസങ്ങളിൽ നിന്നും അവർ തങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്തിയിരുന്നു. ആ രാത്രി അവർ ഒന്നായി മാറി. പ്രായത്തിന്റെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നേരം വെളുക്കുമ്പോൾ അവർക്ക് മുമ്പിൽ പുതിയൊരു ലോകമായിരുന്നു. വിഷ്ണുവിന് പുതിയൊരു ജോലി കിട്ടി. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവരുടെ സ്നേഹത്തിനു മുമ്പിൽ ലോകത്തിലെ എല്ലാ എതിർപ്പുകളും നിസ്സാരമാണെന്ന് അവർ തെളിയിച്ചു. വിഷ്ണുവിന്റെയും അമ്മുവിന്റെയും ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ അടുത്ത അധ്യായം ഇതാ. അവരുടെ പ്രണയം എങ്ങനെ കുടുംബമായി മാറിയെന്നും കഠിനഹൃദയനായ ഒരു അച്ഛന്റെ മനസ്സ് എങ്ങനെ അലിഞ്ഞെന്നും ഇതിൽ വിവരിക്കുന്നു. വിഷ്ണു അമ്മു ഒന്നായിട്ട് ഇപ്പോൾ 2 വർഷം തികയുന്നു. ആ പഴയ ഓടിട്ട വീട് ഇപ്പോൾ ഒരു ചെറിയ സ്വർഗമാണ്. വിഷ്ണുവിന് ഇപ്പോൾ ബസ് കണ്ടക്ടർ പണിയല്ല. സുഹൃത്തിന്റെ സഹായത്തോടെ ചെറിയ ടാക്സിക്കാരെ സ്വന്തമായിട്ട് ഓടിക്കുകയാണ് അവൻ. വിഷ്ണുവേട്ടാ, നീ ചായ കുടിക്കുക, അമ്മു അടുക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആളുടെ വയറൽപ്പം തള്ളിയിരിക്കുന്നു. അമ്മു ഇപ്പോൾ 7 മാസം ഗർഭിണിയാണ്. വിഷ്ണു കാറിന്റെ താക്കോൽ മേശപ്പുറത്ത് വെച്ച് അവിടെ അരികിലെത്തി. നീ എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല വിശ്രമിക്കണമെന്ന്. വിഷ്ണു അവളുടെ കൈകളിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ, പക്ഷെ ഇടയ്ക്ക് അച്ഛനെ ഓർക്കുമ്പോൾ ഒരു വിഷമം. ഈ വിശേഷം അറിഞ്ഞാൽ അച്ഛൻ സന്തോഷിക്കില്ലേ? അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു.
സമാധാനപ്പെടാമോ? അച്ഛനല്ലേ, എന്തെങ്കിലും ആ മനസ്സിലായി, നമുക്ക് കാത്തിരിക്കാം. അമ്മുവിന്റെ പ്രസവം അടുത്തു. വിഷ്ണു ഒരു നിമിഷം പോലും അവളെ തനിച്ചാക്കിയില്ല. ഒരു രാത്രിയിൽ പ്രസവവേദന തുടങ്ങിയപ്പോൾ വിഷ്ണു തന്നെ ടാക്സിയിൽ തന്നെ അവളെ ടൗണിലെ ആശുപത്രിയിൽ എത്തിച്ചു. ലേബർ റൂമിന് പുറത്ത് വിഷ്ണു പരിഭ്രമത്തോടെ നടന്നു. അവന്റെ മനസ്സിൽ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം നഴ്സ് പുറത്തു വന്നു. വിഷ്ണു ആൺകുട്ടിയാ, അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. വിഷ്ണുവിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുകൾ പൊഴിഞ്ഞു. ആൺ കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തു. വിഷ്ണുവിന്റെ അതേ കണ്ണുകളും അമ്മുവിന്റെ ചിരിയുമുള്ള ഒരു കുഞ്ഞു മാലാക. കുഞ്ഞ് ജനിച്ച് 3-ാം ദിവസം വിഷ്ണു അമ്മുവും ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പെട്ടെന്നാണ് വാതിലിന് പുറത്തൊരാൾ നിൽക്കുന്നവർ കണ്ടത്. അത് അമ്മുവിന്റെ അച്ഛൻ മാധവനായിരുന്നു. 2 വർഷത്തെ വാശിയും ദേഷ്യം ആ മുഖത്ത് കണ്ടില്ല. പകരം ഒരുതരം കുറ്റബോധവും വാത്സല്യവുമാണ് നിഴലിച്ച്. അച്ഛാ, അമ്മു വിതുമ്പിക്കൊണ്ട് വിളിച്ചു. മാധവൻ നായർ സാവധാനം മുറിക്കുള്ളിലേക്ക് വന്നു. അദ്ദേഹം വിഷ്ണുവിനെ നോക്കി. വിഷ്ണു ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. എനിക്ക് മാപ്പ് നൽകണം വിഷ്ണു. എൻ്റെ വാശി കാരണം എൻ്റെ മകളുടെ ജീവിതത്തിലെ വലിയ നിമിഷങ്ങൾ എനിക്ക് നഷ്ടമായി. അച്ഛൻ്റെ ശബ്ദമിടറി. അമ്മു കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ വിരലുകൾ തൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ മാധവൻ നായർ പൊട്ടിക്കരഞ്ഞുപോയി. നിന്നെ ഒരു കണ്ടക്ടർ എന്ന നിലയിൽ കണ്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ നീ എൻ്റെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവളെ എത്ര നന്നായി നോക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഈ 2 വർഷം നീ കാണിച്ച പക്വത എനിക്ക് തോന്നിയില്ല. അച്ഛൻ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചു. അച്ഛൻ വന്നല്ലോ, അത് മതി ഞങ്ങൾക്ക്, വിഷ്ണു പുഞ്ചിരിയോടെ പറഞ്ഞു. അന്ന് വൈകുന്നേരം വിഷ്ണുവിൻ്റെ കാറിൽ അമ്മുവും കുഞ്ഞും അച്ഛനും കൂടി അവിടെ പഴയ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ അമ്മു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. 2 വർഷം മുമ്പ് ഒരു ബസ്സിലെ പിൻസീറ്റിൽ വെച്ച് തുടങ്ങിയ ആ പ്രണയം ഇന്നൊരു കുടുംബമായി മാറിയിരിക്കുന്നു. വിഷ്ണു ഇടയ്ക്കിടെ മിററിലൂടെ അമ്മുവിനെ നോക്കി കണ്ണി ചിമ്മി. വീട്ടിലെത്തിയപ്പോൾ അമ്മ നിലവിളക്കുമായി ഉമ്മർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. മകളെയും പേരക്കുട്ടിയെയും കണ്ടപ്പോൾ ആ അമ്മയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. രാത്രിയിൽ അമ്മുവിന്റെ പഴയ മുറിയിൽ അവളും വിഷ്ണുവും കുഞ്ഞും തനിച്ചായി. കണ്ട വിഷ്ണുവേട്ടാ, ദൈവം എല്ലാം ശരിയാക്കി തന്നു. അമ്മു വിഷ്ണുവിന്റെ തോളിൽ തലയായിച്ചു. അതെ അമ്മു, നമ്മൾ പരസ്പരം വിശ്വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. പ്രണയം സത്യമാണെങ്കിൽ ലോകം മുഴുവൻ നമ്മൾ എതിർത്താലും ഒടുവിൽ അവർക്ക് തോൽക്കേണ്ടി വരും. വിഷ്ണു അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. ആ രാത്രിയിൽ തറവാട് വീടിന്റെ മുറ്റത്ത് പെയ്യുന്ന നിലാവിന് പഴയതിനേക്കാൾ ശോഭയുണ്ടായിരുന്നു. വിഷ്ണു അമ്മുവും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് ഒരുമിച്ച് കാലെടുത്തു വെച്ചു.